ഹലോ ഓൾ, എജുമേഡ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മാത്സ് അല്ലെങ്കിൽ ജനറൽ അരിത്മെറ്റിക്കിലെ ഏറ്റവും ഫസ്റ്റും അല്ലെങ്കിൽ ബേസിക്കുമായിട്ടുള്ള ഒന്നാമത് ടോപ്പിക് നമ്പർ സിസ്റ്റം. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സ്റ്റാറ്റിക് ജി കെയുടെയും റീസണിങ്ങിലെയും എല്ലാ കുറേ വീഡിയോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചാനൽ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ജനറൽ മാത്സിലെ ഒന്നാമത് വീഡിയോയാണ് നമ്പർ സിസ്റ്റം, അതിലെ പാർട്ട് 1 വീഡിയോ. ഈ ടോപ്പിക്കിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഇൻ നമ്പർ. ഒരു നമ്പർ തന്നിരുന്നിട്ട് ആ നമ്പറിലെ ഒരു ഡിജിറ്റ്, ഏതെങ്കിലും സ്ഥാനത്തുള്ള ഒരു ഡിജിറ്റിൻ്റെ ഫേസ് വാല്യൂ എത്ര എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ പ്ലേസ് വാല്യൂ, സ്ഥാനവില, മുഖവില, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും. പ്ലേസ് വാല്യൂ, ഫേസ് വാല്യൂ, അടുത്ത ടൈപ്സ് ഓഫ് നമ്പർ. അങ്ങനെയുള്ള 3 ടോപ്പിക്കാണ് നമ്മൾ ഈ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. വരും ക്ലാസ്സുകളിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കുകളുണ്ട്, പല സബ് ടോപ്പിക്കുകളുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, പ്രത്യേക വീഡിയോകളായിട്ട് എന്ത് ചെയ്യും, ഈ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് പറയാനുള്ളത് ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ് ഇൻ എ നമ്പർ. ഒരു നമ്പർ തന്നിട്ട് ആ നമ്പറിലെ ഒരു ഡിജിറ്റിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ മുഖവില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ ചോദ്യം: 34, 57, 88, 98. ഇങ്ങനെ ഈ വലിയ ഒരു നമ്പറിൻ്റെ 4 എന്ന് പറയുന്ന സംഖ്യയുടെ, ഈ ഡിജിറ്റിൻ്റെ 4 എന്ന് പറയുന്ന ഈ വലിയ സംഖ്യയിലെ ഒരു ഡിജിറ്റിൻ്റെ ഫേസ് വാല്യൂ എത്ര എന്ന് ചോദിക്കാം. ഉത്തരം വളരെ ഈസിയാണ്. ഏതെങ്കിലും ചോദ്യത്തിൽ ഫേസ് വാല്യൂ എന്ന് കണ്ടാൽ, മുഖവില എന്ന് കണ്ടാൽ, ഏത് ഡിജിറ്റിൻ്റെ ആണോ ഫേസ് വാല്യൂ കാണാൻ പറഞ്ഞത് അത് തന്നെയായിരിക്കും ഉത്തരം. ഇവിടെ 4ൻ്റെ ഫേസ് വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ ഫേസ് വാല്യൂ ഓഫ് 4. ഫേസ് വാല്യൂ ഓഫ് 4 എത്ര തന്നെയാണ്? ആൻസർ വിൽ ബി 4. ഇനി 8 എടുക്കാം. ഫേസ് വാല്യൂ ഓഫ് 8. ഫേസ് വാല്യൂ ഓഫ് 8 വെച്ച ഉത്തരം എത്ര തന്നെയാണ്? ഉത്തരം 8 തന്നെയാണ്. അതായത് ദ ഡിജിറ്റ് ഇറ്റ് സെൽഫ്, ആ ഡിജിറ്റ് തന്നെ ആയിരിക്കും ആൻസർ. ദ ഡിജിറ്റ് ഇറ്റ് സെൽഫ്, ഇതാണ് നിങ്ങൾ ഇവിടെ പഠിച്ചേക്കേണ്ട ഒറ്റ കോഡ്. ഫേസ് വാല്യൂ ചോദിച്ചാൽ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാതെ എക്സാമിന് പോകുന്നവർ ഉറപ്പായിട്ടും ഫേസ് വാല്യൂ എന്ന് കാണുമ്പോൾ എന്തോ വലിയ സാധനമാണെന്ന് കരുതി എന്ത് ചെയ്യും, അറ്റൻഡ് ചെയ്യാതെ കളഞ്ഞിട്ട് വരും. പക്ഷേ ഇവിടെ വളരെ ഈസിയാണ്. ഫേസ് വാല്യൂ ഓഫ് എ ഡിജിറ്റ്, ഒരു നമ്പറിലെ ഫേസ് വാല്യൂ കാണാൻ പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഏത് ഡിജിറ്റിൻ്റെ ആണോ കാണാൻ ചോദിക്കുന്നത് അത് തന്നെ ആയിരിക്കും ഉത്തരം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3484 എന്ന് പറയുന്ന ഈ നമ്പറിൻ്റെ 4 എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ ഫേസ് വാല്യൂ കാണാൻ പറഞ്ഞാൽ ഉത്തരം എത്ര ആയിരിക്കും? ഫേസ് വാല്യൂ ഓഫ് 4 വിൽ ബി 4. 8 കാണാൻ പറഞ്ഞാൽ 8 ആയിരിക്കും, 3 കാണാൻ പറഞ്ഞാൽ 3 ആയിരിക്കും. എല്ലാം അത് തന്നെ ആയിരിക്കും, ആ ഡിജിറ്റ് തന്നെ ആയിരിക്കും. എന്തോന്ന് 4 ആണെങ്കിൽ 4 തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഫേസ് വാല്യൂ എന്ന് കേട്ടാൽ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക, ഫേസ് വാല്യൂ ഈസ് ദ ഡിജിറ്റ് ഇറ്റ് സെൽഫ്. ഓക്കെ, അടുത്ത് പ്ലേസ് വാല്യൂ. പ്ലേസ് വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 78,906 എന്ന് പറയുന്ന സംഖ്യ, 78,906 എന്ന് പറയുന്ന ഈ സംഖ്യയിലെ 8ൻ്റെ പ്ലേസ് വാല്യൂ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. 8ൻ്റെ പ്ലേസ് വാല്യൂ നമ്മൾ ബേസിക്കായിട്ട് പണ്ടേ പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? 6 ഇത് ഒറ്റാം സ്ഥാനം അല്ലേ, വൺസ് പ്ലേസ് അല്ലേ, ഒറ്റാം സ്ഥാനം. ഇത് ടെൻസ് പ്ലേസ്, 10ാം സ്ഥാനം, ടെൻസ് പ്ലേസ്. ഇത് ഹൺഡ്രഡ്സ് ആണല്ലേ, ഹൺഡ്രഡ്സ്. 100ാം പ്ലേസ്, ഇത് 1000ാമത്തെ പ്ലേസ്, ഇത് 10,000. അങ്ങനെ നമ്മൾ ഡിജിറ്റിൻ്റെ പ്ലേസ് വാല്യൂ നമുക്കറിയാം. 10,000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ 8ൻ്റെ പ്ലേസ് വാല്യൂ ആണ് കാണാൻ പറഞ്ഞാൽ, ഇപ്പോൾ 8ൻ്റെ പ്ലേസ് വാല്യൂ ആണ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക, 8നെ എടുത്ത് എഴുതുക. 8 ഇൻറ്റു അതിൻ്റെ അവിടുത്തെ വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, 100 പ്ലേസ്, 1000 പ്ലേസിലാണ്. 1000 പ്ലേസിലാണ് ആരിരിക്കുന്നത്? 8 ഇരിക്കുന്നത്. അത് 8 ഇൻറ്റു 1000. അപ്പോൾ എത്ര കിട്ടും? 8000. അതാണ് 8ൻ്റെ പ്ലേസ് വാല്യൂ. ഇവിടെ നോക്കാം, 9ൻ്റെ പ്ലേസ് വാല്യൂ ആണെങ്കിലോ, പ്ലേസ് വാല്യൂ ഓഫ് 9 ആണെങ്കിലോ, 9 ഇൻറ്റു 100 ആണ് അവിടുത്തെ. അപ്പം 9 ഇൻറ്റു 100 ഇറ്റ് വിൽ ബി 900. ടെൻസിൻ്റെ ആണെങ്കിലോ, അല്ലെങ്കിൽ 0യുടെ ആണെങ്കിലോ, the place value of 0 into 10's place, that is into 10, it will be 0. അവിടെ 6ൻ്റെ ആണെങ്കിലോ, 6 in 1's place, 6 into 1 it is 6. അടുത്ത് ഇനി 7ൻ്റെ ആണെങ്കിലോ, 7ൻ്റെ പ്ലേസ് വാല്യൂ ആണെങ്കിൽ 7 into 10,000 it will be 70,000. യെസ്, TC. അടുത്തൊരു എക്സാമ്പിൾ
2527 2527 അവിടെ എടുത്തു നോക്കാം. അവിടെ ഇത് സെയിം ആയിട്ട് തന്നെ അല്ലേ. ആദ്യം എന്ത് ചെയ്യുക, വൺസ് പ്ലേസിൽ 7ആണ്. ദാറ്റ് ഈസ് 7ൻ്റെ പ്ലേസ് വാല്യൂ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, 7 ഇൻറ്റു വൺസ് ഇറ്റ് വിൽ ബി 7. 2 ആണെങ്കിലോ 2 ഇൻറ്റു ടെൻസ് ഇറ്റ് വിൽ ബി 20. 5 ആണെങ്കിലോ 5 ഇൻറ്റു 100 പ്ലേസ് അല്ലേ, 5 ഇൻറ്റു 100 ഇറ്റ് വിൽ ബി 500. അതാണ് പ്ലേസ് വാല്യൂ. 2 ആണെങ്കിൽ 2 ഇൻറ്റു 1000 ഇറ്റ് വിൽ ബി 2000. ഇതാണ് പ്ലേസ് വാല്യൂ. ഇതാണ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഫേസ് വാല്യൂവും പ്ലേസ് വാല്യൂവും രണ്ടും ക്ലിയർ അല്ലേ? സ്ഥാനവിലയും മുഖവിലയും ക്ലിയർ അല്ലേ? ഇതിൻ്റെ പരസ്പരമുള്ള കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൻ്റെ പരസ്പരമുള്ള കോമ്പിനേഷൻ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഉറപ്പായിട്ടും ചോദിക്കാം. നെക്സ്റ്റ് അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് നമ്പേഴ്സ്. ഏതൊക്കെ തരം നമ്പറുകളാണ് ഉള്ളത്? ഒന്ന് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ്, ഇവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, കോമ്പോസിറ്റ് നമ്പേഴ്സ്, കോപ്രൈം നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്. ഇവിടെ നോക്കേണ്ടത് ഇപ്പം ഈവൻ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഓഡ്. പ്രൈം നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ആണ് കോമ്പോസിറ്റ് നമ്പർ. ഇനി റാഷണൽ നമ്പറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇറാഷണൽ. ഇനി ഇതെടുക്കുകയാണെങ്കിൽ ഇൻറ്റിജർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കോൺട്രഡിക്ഷൻ പഠിച്ചു വയ്ക്കണം. ഇതാണ് ഇത് മനസ്സിലാക്കിയ കുറേയൊക്കെ നിങ്ങൾ നമ്പർ കോൺസെപ്റ്റ് കുറേ ക്ലിയർ ആവും. ആദ്യം ഹോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ W. 0 മുതൽ 0 സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടിങ് ഫ്രം 0 പിന്നെ അങ്ങോട്ട്, ദാറ്റ് ഈസ് 0 1 2 3 4 5 6 7 8 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. 0 1 2 3 4 5 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഹോൾ നമ്പർ എന്ന് പറയും. ഹോൾ നമ്പർ ഇസ് റെപ്രസെൻറ്റഡ് ബൈ W. ഓൾ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട്. ഓൾ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 മീൻസ് ഓൾ നമ്പർ എന്ന് പറയുമ്പം എല്ലാ നമ്പറിനും ഇത് ഇടത്തോട്ടില്ല, നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. സ്റ്റാർട്ടിങ് ഫ്രം 0 അങ്ങോട്ട്. അപ്പം 0 1 2 3 4 5 എക്സെട്ര അങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോകും. അടുത്ത് നെക്സ്റ്റ് ഇറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ് ആർ കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ, എണ്ണൽ സംഖ്യകളാണ്. റെപ്രസെൻറ്റഡ് ബൈ n കൊണ്ട് എന്ത് ചെയ്യും, റെപ്രസെൻറ്റ് ചെയ്യും. ദേ ആർ കൗണ്ടിങ് നമ്പേഴ്സ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. They are natural numbers. Very important, natural numbers. Natural numbers are counting numbers represented by n 1 2 3 4 5 6 7 8. Next it is integers. Whole numbers and negative numbers form the set of integer. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാം. നമ്പർ ലൈനിൽ ഇപ്പോൾ ഒരു നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു നമ്പർ ലൈനാണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 1 2 3 4 5 ഓക്കെ. ഇങ്ങോട്ടാവുമ്പം -1 -2 -3 -4 ആൻഡ് -5. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുക. ഈ 0 മുതൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കി നോക്കുക. 0 മുതൽ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം 0. സ്റ്റാർട്ടിങ് ഫ്രം 0 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരിക്കും, ദേ ആർ ഹോൾ നമ്പേഴ്സ്. ദേ ആർ ഹോൾ നമ്പേഴ്സ് ആണോ അല്ലേ? യെസ് ആണ്. ഇനി അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിലോ, ഇപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ ദേ ആർ നെഗറ്റീവ് നമ്പേഴ്സ്. ദേ ആർ നെഗറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ 0 മുതൽ റൈറ്റ് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ, ഈ ഡയറക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ ദേ ആർ ഹോൾ നമ്പേഴ്സ്. 0 1 2 3 4 നേരത്തെ പഠിച്ചതാണ്. 1 2 3 4 5 അങ്ങനെ എന്ത് ചെയ്യും, പോയിക്കൊണ്ടിരിക്കും. ഇവിടെ ഇങ്ങോട്ട് പോവുകയാണെങ്കിലോ -1 -2 -3 -4 നെഗറ്റീവ്. അപ്പോൾ ദ സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ് പ്ലസ് നെഗറ്റീവ് നമ്പേഴ്സ്, ഇറ്റ് ഈസ് കോൾഡ് എന്തോന്ന്, ഇൻറ്റിജേഴ്സ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റിജേഴ്സ്. ഈസി അല്ലേ? ക്ലിയർ അല്ലേ? യെസ് ആണ്. അപ്പോൾ നോക്കുക, ഇൻറ്റിജേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 2. Integers are classified into 2. One, it is positive integers. Next, it is negative integers.
One it is positive integers, next it is negative integers. Positive integers 1 2 3 4 5, negative integers -1 -2 -3 -4 represented by z. Integers can be represented by using z. ഇപ്പോൾ ഇത്ര ക്ലിയർ അല്ലേ? നമ്പർ ലൈനിലെ 0 മുതൽ അങ്ങോട്ടുള്ള ഹോൾ നമ്പറും പിന്നെ ഇടത്തോട്ടുള്ള നെഗറ്റീവ് നമ്പറും ചേർന്നാൽ അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്തോന്ന്? ഇൻറ്റിജേഴ്സ്. ഈസി അല്ലേ? വളരെ ഈസിയാണ്. അടുത്ത് ഈവൻ നമ്പർ. കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 2 ഈസ് കോൾഡ് ആൻ ഈവൻ നമ്പർ. എണ്ണൽ സംഖ്യകളിൽ 2 കൊണ്ട് ഹരിക്കാൻ കഴിയുന്നവയെ പറയുന്ന പേരാണ് ഈവൻ നമ്പർ. ആണോ അല്ലേ? യെസ്. കൗണ്ടിങ് നമ്പറിൽ എണ്ണൽ സംഖ്യകളിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുന്നവ. ഫോർ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് 2 4 6 8 10 12 14 16 18 20 അങ്ങനെ എന്ത് ചെയ്യും? 20 22 കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതിൽ ഏത് സംഖ്യ എടുക്കുകയാണെങ്കിലും ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയും. അപ്പോൾ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്ന കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് എന്തോന്ന്? ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ്. ഇവിടെ വളരെ പ്രധാനമായി പഠിക്കേണ്ട സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ്. എല്ലാ ഇരട്ട സംഖ്യകളുടെയും യൂണിറ്റ് ഡിജിറ്റ് ഒന്നുകിൽ 0 ആയിരിക്കും, 2 ആയിരിക്കും, 4 ആയിരിക്കും, 6 ആയിരിക്കും, അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടുത്തെ യൂണിറ്റ് പ്ലേസ് ഉണ്ടാവും. യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത് എന്താണ്? വൺസ് പ്ലേസ്, ഒറ്റാം സ്ഥാനത്തുള്ള സംഖ്യ, ഒറ്റാം സ്ഥാനത്തുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, ഇവിടെ യൂണിറ്റ് പ്ലേസ് 0, ഇവിടെ യൂണിറ്റ് പ്ലേസ് 2, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8. വീണ്ടും കണ്ടോ, വീണ്ടും 0 പോവും, 2 പോവും. അങ്ങനെ എന്ത് ചെയ്യും? കവർ ചെയ്ത് പോകും. നമ്മൾ യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? മനസ്സിൽ വെച്ചിരിക്കുക. സോ ഈവൻ നമ്പേഴ്സ്, കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ 2. 2 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ 2 4 6 8 10. ദ യൂണിറ്റ് പ്ലേസ് ഇസ് ഓൾവേസ് 0 2 4 6. അങ്ങനെ എന്ത് ചെയ്യും? പോയിക്കൊണ്ടിരിക്കും. അടുത്ത് ഓഡ് നമ്പർ. ഞാൻ പറഞ്ഞു ഈവൻ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലേ? ഈവൻ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പറഞ്ഞു കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ് ഈവൻ നമ്പർ. അപ്പോൾ കൗണ്ടിങ് നമ്പേഴ്സ് വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് ഹരിക്കാൻ കഴിയാത്തവയെ പറയുന്ന പേരാണ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ. കൗണ്ടിങ് നമ്പർ വിച്ച് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ഹരിക്കാൻ കഴിയില്ല. യൂണിറ്റ് പ്ലേസ് ഇവിടെ നോക്കാം നമുക്ക്. 1 3 5 7 9 11 13 15 17 19 21 23. നോക്കാം, ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല, 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. മാത്രമല്ല അതിൻ്റെ യൂണിറ്റ് പ്ലേസ് നോക്ക്. യൂണിറ്റ് പ്ലേസ് കാണുമ്പോൾ തന്നെ അറിയാം. യൂണിറ്റ് പ്ലേസ് ഉണ്ടോ? 1 3 5 7 9 വീണ്ടും 1 വീണ്ടും 3. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ ഓൾവേസ് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9. ക്ലിയർ അല്ലേ? കൗണ്ടിങ് നമ്പർ വിച്ച് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 2, 2 കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? ഹരിക്കുവാൻ കഴിയില്ല. അതാണ് ഓഡ് നമ്പർ. യൂണിറ്റ് പ്ലേസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ യൂണിറ്റ് പ്ലേസിൻ്റെ കാര്യം കൂടെ എന്ത് ചെയ്യുക? മനസ്സിൽ വച്ചിരിക്കുക. അപ്പോൾ ഈവനും ഓടും കഴിഞ്ഞില്ലേ? അടുത്താണ് കഥാനായകൻ പ്രൈം നമ്പർ. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു എക്സാമിനുള്ള അങ്ങനെ ചോദിക്കും. ഒരു ഗിവൺ നമ്പർ തന്നിട്ട് അത് പ്രൈം ആണോ അല്ലയോ എന്ന് ചോദിക്കും. ഒരു ഗിവൺ നമ്പർ തന്നിട്ട് അത് പ്രൈം ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ കണ്ടുപിടിക്കാൻ 2-3 വഴികളുണ്ട്. ആ വഴികൾ മാത്രമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ എന്ത് ചെയ്യും? നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫൈൻഡിങ് എ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്കുകൾ, പ്രൈം ഓർ നോട്ട് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്ത് ചെയ്യും? ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പ്രൈം നമ്പർ എന്താണെന്ന് മാത്രം പഠിക്കും. എന്താണ് പ്രൈം നമ്പർ? ഒരു പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ആ സംഖ്യയെ, പ്രൈം നമ്പർ പി ആണെങ്കിൽ, ഇത് പ്രൈം നമ്പർ ആണെങ്കിൽ ആ നമ്പറിനെ ഒന്നുകിൽ ആ സംഖ്യ കൊണ്ട് മാത്രമേ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ കഴിയൂ, അതായത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹരിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അതിനെ 1 കൊണ്ടും ഹരിക്കാൻ കഴിയും. വേറെ ഒരു സംഖ്യ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല? അതിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. എ കൗണ്ടിങ് നമ്പർ ഈസ് കോൾഡ് എ പ്രൈം നമ്പർ വെൻ ഇറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 1. 1 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ സംഖ്യയെ കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും. ഇപ്പോൾ സംഖ്യ കെ ആണെങ്കിൽ കെ എന്ത് ചെയ്യാൻ പറ്റും? കെ കൊണ്ട് മാത്രം ഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ കെയെ 1 കൊണ്ട് മാത്രം ഹരിക്കാൻ കഴിയും. ഇറ്റ് ഈസ് കോൾഡ് എന്തോന്ന്? prime numbers. What are prime numbers? The number is called a prime number when it is exactly divisible by 1.
1 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ സംഖ്യ കൊണ്ട് തന്നെ ആ നമ്പർ ഇറ്റ് സെൽഫ് ക്യാൻ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ. ഫോർ എക്സാമ്പിൾ 2, 3, 5, 7, 11, 13 ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പ്രൈം നമ്പറാണ്. ഇനി കുറച്ച് കേസസ് ആണ് പറയുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ്. 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. പ്രൈം നമ്പർ കുടുംബത്തിൽ ഒരൊറ്റ ഇരട്ട സംഖ്യ അംഗം മാത്രമേ ഉള്ളൂ. ഈ പ്രൈം നമ്പർ കുടുംബത്തിൽ ഇരട്ട സംഖ്യയിൽ നിന്നും ഒരൊറ്റ ആളേ ഉള്ളൂ, അതാണ് ആര്? 2. 2 ഈസ് ദ ഓൺലി വൺ ഈവൻ പ്രൈം നമ്പർ. 2 പ്രൈം നമ്പറിൽ ഒരൊറ്റ പ്രൈം നമ്പർ, ഈവൻ ഇരട്ട സംഖ്യ ആയിട്ടുള്ള ഒരൊറ്റ പ്രൈം നമ്പർ 2 മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. ദ ലീസ്റ്റ് പ്രൈം നമ്പറും 2 തന്നെയാണ്. ഇനി എ പ്രൈം നമ്പർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. എല്ലാ പ്രൈം നമ്പരും ഒന്നിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. ഒന്നിനേക്കാളും കുറവുള്ള ഒരു സംഖ്യയും എന്തല്ല? പ്രൈം നമ്പർ അല്ല. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കേസാണ്. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ പലരും മറന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. ദാറ്റ് ഈസ് എ പ്രൈം നമ്പർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ഒന്നിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. അടുത്ത് 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 1 എന്തല്ല? 1 ഒരു പ്രൈം നമ്പർ അല്ല. 1 ഒരു പ്രൈം നമ്പർ അല്ല. ലോവസ്റ്റ് ഓഡ് പ്രൈം നമ്പർ, ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള പ്രൈം നമ്പർ 3. അപ്പോൾ എക്സാമിന് ഇങ്ങനെ നിങ്ങൾ ഈ ലോവസ്റ്റ് എന്ന് കാണുമ്പോഴേ ആലോചിക്കും ഓപ്ഷനിൽ 2 കാണും. നിങ്ങൾ ചിലപ്പോൾ അവസാനം എക്സാംസ് ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. എക്സാമിൽ ലോവസ്റ്റ് എന്ന് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യും? നിങ്ങൾ 2 ലോക്ക് ചെയ്യും. പക്ഷേ അവിടെ ഓടെന്ന് കാണണമെങ്കിൽ ഉത്തരം 3 ആണ്. 2 അല്ല 3 ആവും. ലോവസ്റ്റ് ഓഡ് പ്രൈം ഈസ് 3. ഇനി ഈ 6n+1 ഇക്വേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അല്പം നേരത്തെ പറഞ്ഞു, പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ആ ട്രിക്ക് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ട് പോകും. സോ നമ്മളിപ്പോൾ തൽക്കാലം എന്താണ് പ്രൈം നമ്പർ എന്ന് പറഞ്ഞു, ഇത്രയും മാത്രം മതി. അടുത്തോട്ട് പോകാം. ചെക്കിങ് എ ഗിവൺ നമ്പർ ബി എ പ്രൈം നമ്പർ. ഇതാണ് എന്ത് ചെയ്യുന്നത്? പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. നമ്മൾ എന്ത് ചെയ്യും? നല്ല ട്രിക്കുകളുമായിട്ട് ഈ ചാനൽ തന്നെ പോസ്റ്റ് ചെയ്യും. സ്റ്റേ ട്യൂൺഡ്. അടുത്ത് കോമ്പോസിറ്റ് നമ്പർ. ഈവൻ നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഓഡ്, അതുപോലെ പ്രൈം നമ്പറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, പ്രൈമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോമ്പോസിറ്റ്. പ്രൈം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ആ നമ്പർ ഇറ്റ് സെൽഫ് കൊണ്ട് ഹരിക്കാൻ കഴിയും, അല്ലെങ്കിൽ 1 കൊണ്ട് ഹരിക്കാൻ കഴിയും. കോമ്പോസിറ്റ് അങ്ങനെയല്ല. ദേ ആർ നോൺ പ്രൈം നമ്പേഴ്സ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ അപ്പാർട്ട് ഫ്രം 1 ആൻഡ് ഇറ്റ് സെൽഫ്. അതും 1ഉം അല്ലാതെ തന്നെ വേറെ ഏതെങ്കിലും എന്ത് കാണും? ഒരു അറ്റ്ലീസ്റ്റ് ഒരു കോമൺ ഫാക്ടറിങ് കാണും. ഫോർ എക്സാമ്പിൾ 15 എടുത്ത് നോക്കാം. 15 എന്ന സംഖ്യ എടുത്ത് നോക്ക്. ഇറ്റ്സ് എ കോമ്പോസിറ്റ് നമ്പർ. പ്രത്യേകം നോക്ക്, 15നെ 5 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഉത്തരം എത്ര കിട്ടും? 3 എന്ന് കിട്ടും. അടുത്ത് 15നെ 3 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഉത്തരം നമുക്ക് 5 എന്ന് കിട്ടും. ഇനി 15നെ 15 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഉത്തരം 1 എന്ന് കിട്ടും. ഇനി 15നെ 1 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഉത്തരം 15 ആണ്. എത്ര ഫാക്ടർ നോക്ക്? 1, 2, 3, 4. കണ്ട? അപ്പം ആ സംഖ്യയും 1ഉം മാത്രമല്ല, അതിന് അറ്റ്ലീസ്റ്റ് വേറെ എന്തുകൂടെ കാണും? ഒരു ഫാക്ടറെങ്കിലും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ 22 ചെക്ക് ചെയ്ത് നോക്കാം. 22നെ 11 കൊണ്ട് ഹരിക്കാം. ഉത്തരം 2. 22 ആ നമ്പർ ഇറ്റ് സെൽഫ് തന്നെ ഹരിക്കാൻ കഴിയും 1. 22നെ 1 കൊണ്ട് ഹരിക്കാൻ കഴിയും 22. എന്താ? അപ്പോൾ ഇവിടെ 1 ഉണ്ടായിരുന്നു, ഇവിടെ ആ സംഖ്യ ഇറ്റ് സെൽഫ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി എന്ത് ചെയ്യും? വേറൊരു നമ്പറും കൂടെ അതിൻ്റെ ഫാക്ടറാണ്. ആണോ അല്ലേ? യെസ്. സോ ഇതാണ് കോമ്പോസിറ്റ് നമ്പർ. ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ അപ്പാർട്ട് ഫ്രം 1 ആൻഡ് ഇറ്റ് സെൽഫ്. 1ഉം ആ സംഖ്യയും പിന്നെ വേറൊരു ഫാക്ടർ കൂടെ എന്തായാലും അറ്റ്ലീസ്റ്റ് വേറെ ഒരെണ്ണം കാണും. അടുത്ത് ബോത്ത് ഈവൻ ഓർ ഓഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഈവൻ നമ്പറും കോമ്പോസിറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഓഡ് നമ്പറും കോമ്പോസിറ്റ് ആയിട്ടുണ്ട്. 1 ഈസ് നോട്ട് കോമ്പോസിറ്റ്. 1 എന്തല്ല? 1 ഈസ് നോട്ട് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 1 കോമ്പോസിറ്റും അല്ല, 1 പ്രൈമും അല്ല, അല്ലേ? 1 ഈസ് നോട്ട് എ കോമ്പോസിറ്റ് നമ്പർ, 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 1 ഈസ് നോട്ട് എ കോമ്പോസിറ്റ് നമ്പർ, 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അതും മനസ്സിരിക്കണം. 1 ഈസ് നോട്ട് എ കോമ്പോസിറ്റ് നമ്പർ, 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 1 പ്രൈമും അല്ല, 1 കോമ്പോസിറ്റും അല്ല. ക്ലിയർ അല്ലേ? അടുത്ത് കോപ്രൈം നമ്പർ. HCF ആൻഡ് LCM സമയങ്ങളിൽ പഠിക്കും. എന്താണ് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പഠിക്കും. തൽക്കാലം ഇപ്പോൾ ഇത്രയും മാത്രം പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ എയും ബിയും കോപ്രൈം ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇഫ് എ ആൻഡ് ബി ആർ കോപ്രൈംസ്, എന്താണ് കണ്ടീഷൻ? അവയുടെ രണ്ടിൻ്റെയും HCF എത്ര ആയിരിക്കണം? HCF 1 ആയിരിക്കണം. HCF 1 ആയിരിക്കണം. ക്ലിയർ അല്ലേ? if two numbers are coprime, then
they have its highest common factor will be 1. HCF 1 ആയിട്ടുള്ള ഒരു പെയർ സംഖ്യകളെ പറയുന്ന പേരാണ് കോപ്രൈംസ്. ഫോർ എക്സാമ്പിൾ 7 9, 7 and 9, 7 9. 7 9ൻ്റെ HCF എത്രയാണ്? HCF 1 ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്. അടുത്ത് 15ൻ്റെയും 16ൻ്റെയും HCF എത്രയാണ്? HCF will be 1. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിരിക്കും. നമ്മൾ എന്താണ് HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിക്കും. അപ്പോൾ കോപ്രൈം എന്താണ്? കോപ്രൈം ദ പെയർ ഓഫ് നമ്പേഴ്സ് ഹാവിങ് HCF 1. ഒരു ജോഡി സംഖ്യകൾ അവയുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് കോപ്രൈംസ്. അവസാനം ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇറ്റ് ഈസ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. റാഷണൽ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ദ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി റിട്ടേൺ ഇൻ ദ ഫോം ഓഫ് P/Q ഫോമിൽ എഴുതാൻ കഴിവുള്ളവയെ പറഞ്ഞ പേരാണ് എന്തോന്നാ? റാഷണൽ നമ്പേഴ്സ്. P/Q ഫോമിൽ എഴുതാൻ കഴിയുന്നവയെ പറഞ്ഞ പേരാണ് എന്തോന്നാ? റാഷണൽ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറാഷണൽ? ഇറാഷണൽ എന്ന് പറഞ്ഞാൽ ദ നമ്പേഴ്സ് വിച്ച് cannot be written as cannot be written as P/Q എഴുതാൻ പറ്റില്ല. എന്ത് P/Q എഴുതാൻ കഴിയാത്തവയെ പറയുന്ന പേരാണ് എന്തോന്ന്? ഇറാഷണൽ. ആൻഡ് P/Q എഴുതാൻ കഴിവുള്ളവയെ പറഞ്ഞ പേരാണ് എന്തോന്ന്? ദേ ആർ കോൾഡ് റാഷണൽ. എക്സാമ്പിൾ വേണ്ടേ? P/Q ഫോം എഴുതാൻ കഴിയുന്ന ധാരാളം നമ്പർ ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പം 6/8 അങ്ങനെ P/Q നമുക്ക് സാധാരണയുള്ള എല്ലാ ഫ്രാക്ഷൻസ് എന്താണ്? ദേ ആർ റാഷണൽ നമ്പേഴ്സ്. ഇതിനെപ്പറ്റി നമ്മൾ ഇനി റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ് ഒക്കെ പഠിക്കും. റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ് അവിടെ നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതായത് ഡാഷ്. ഫോർ എക്സാമ്പിൾ ഇപ്പം 1.33 ബാർ അല്ലെങ്കിൽ 1.3 ബാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിക്കും. അതും ഈ സീരീസ് തന്നെ എന്ത് ചെയ്യും? പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ തൽക്കാലം ഇപ്പോൾ എന്താണ് റാഷണൽ നമ്പർ എന്ന് മാത്രം പഠിച്ചു വയ്ക്കുക. വാട്ട് ഈസ് റാഷണൽ നമ്പർ? ഈ റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ്, ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? വഴിയെ പഠിക്കും. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബാർ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ പഠിക്കും. ഇനി എന്താണ് ഇറാഷണൽ എന്ന് ചോദിച്ചാൽ P/Q ഓൾ റൂട്ട് നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ √3 എടുക്കുകയാണെങ്കിൽ √3ൻ്റെ വാല്യൂ 1.732050 അങ്ങനെ പോകും. അടുത്ത് √2 ആണെങ്കിൽ 1.414213 അങ്ങനെ എന്ത് ചെയ്യും? പോകും. ഇനി √7 ആണെങ്കിലോ, √7 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെ പോകും? 2.645731 അങ്ങനെ പോകും. അടുത്ത് ഇനി √5 ആണെങ്കിൽ അവിടെയും ഇങ്ങനെ എന്ത് ചെയ്യും? അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ദേ ആർ നോൺ ടെർമിനേറ്റിംഗ് അല്ല, നിൽക്കില്ല. അതിങ്ങനെ എന്ത് ചെയ്യും? കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. 2.2360. അപ്പോൾ ഇവിടെ നോക്കേണ്ടത് ഇറാഷണൽ ആവാനുള്ള ഒറ്റ കണ്ടീഷനാണ്. ഇറാഷണൽ ആവേണ്ട കണ്ടീഷൻ റാഷണൽ അത്രയേ ഉള്ളൂ. P/Q അവിടെ ഇരിക്കട്ടെ, വേറെ വലിയ റിസ്ക് ഉള്ളതല്ല, അവിടെ ഇരിക്കട്ടെ. ഇറാഷണൽ പഠിക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു സംഖ്യ ഇറാഷണൽ ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവണം. ഇറാഷണൽ ആണെങ്കിൽ ഒന്ന് നോൺ റിപ്പീറ്റിംഗ് ഡെസിമൽ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം 1.3333 ഇങ്ങനെ പോവുകയാണ്. ഇവിടെ 33 ഉണ്ടോ? റിപ്പീറ്റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഇറാഷണൽ നമ്പർ. അത് ഇറാഷണൽ അല്ല. അപ്പോൾ നോൺ റിപ്പീറ്റിംഗ് ആയിരിക്കണം. ദേ ആർ നോൺ റിപ്പീറ്റിംഗ്. അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ നോൺ റിപ്പീറ്റിംഗ് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഡെസിമൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും സ്റ്റോപ്പ് ആവാൻ പാടില്ല. ഇങ്ങനെ എന്ത് ചെയ്യണം? അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നോക്കേണ്ടത് എല്ലാ കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാ നോൺ ടെർമിനേറ്റിങ്ങും ഇറാഷണൽ ആവുമോ? ഇല്ല. എല്ലാ നോൺ ടെർമിനേറ്റിംഗ് സംഖ്യകളും ഇറാഷണൽ ആവില്ല. അവിടെ നമ്മൾ എന്ത് നോക്കണം? അത് റിപ്പീറ്റ് ചെയ്യണം നോക്കണം. ഇവിടെ തന്നെ നോക്കാം. ഇതായിരിക്കുന്ന ഈ 1.333333 എന്ന് പറയുന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സംഖ്യയാണെന്ന് കരുതുക. ഇതിപ്പം ഇറാഷണലാണോ? നിങ്ങൾ ചിന്തിക്കും നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഇതിങ്ങനെ നിൽക്കാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇതുകൊണ്ട് ഇത് ഇറാഷണൽ ആവോ? അല്ല. കാരണം എന്താണ്? ഇത് റിപ്പീറ്റിംഗ് ആണ് അല്ലേ. ഇറാഷണൽ ആവണമെങ്കിൽ എക്സാമ്പിൾ പറയാം 1.24576869. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇതിപ്പോൾ എന്താണ്? ഇറാഷണലാണ്. കാരണം
കാരണം എന്താണ്? കാരണം ദേ ആർ നോൺ റിപ്പീറ്റിംഗ്. അവർ റിപ്പീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. ഒന്നും റിപ്പീറ്റ് ചെയ്യണില്ല. മാത്രമല്ല നോൺ ടെർമിനേറ്റിംഗ് നിൽക്കുന്നുമില്ല. സോ ഇറ്റ് ഈസ് എ ഇറാഷണൽ നമ്പർ. അപ്പോൾ ഒരു സംഖ്യ തന്നിട്ട് അത് റാഷണലാണോ ഇറാഷണലാണോ എന്ന് കണ്ടുപിടിക്കാൻ ഉള്ള കേസാണ് ഇപ്പോൾ പറഞ്ഞത്. ദാറ്റ് ഈസ് നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആണെങ്കിൽ അതാണ് ഇറാഷണൽ. ഇതിപ്പം റിപ്പീറ്റിംഗ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ, അത് നോൺ ടെർമിനേറ്റിംഗ് ആണ്, പക്ഷെ എന്തായിപ്പോയി, അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് റാഷണൽ. ഇനി പൈ എന്താണ്? പൈ എന്ന് പറയുന്ന സംഖ്യ, അതായത് 22/7 അല്ലെങ്കിൽ 3.14 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതെന്താണ്? ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. അത് നോൺ റിപ്പീറ്റിങ്ങും ആണ് നോൺ ടെർമിനേറ്റിങ്ങും ആണ്. അപ്പോൾ ഈ ഒറ്റ കണ്ടീഷൻ മനസ്സിരിക്കുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന സംഖ്യ റാഷണലാണോ ഇറാഷണലാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അവിടെ നിങ്ങൾ ഇതാണ് ഉപയോഗിക്കേണ്ടത്. നോൺ റിപ്പീറ്റിങ്ങും നോൺ ടെർമിനേറ്റിങ്ങും ആണെങ്കിൽ ഇറ്റ് ഈസ് ഇറാഷണൽ. ക്ലിയർ അല്ലേ? ഇത്ര ഈസി അല്ലേ? ഇനി എന്താണ് റിയൽ നമ്പർ എന്നൂടെ എന്ത് ചെയ്യാം? അത് പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താണ് റിയൽ നമ്പർ? റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ both rational and irrational number together called. Both rational and irrational number are together called real numbers. Both rational and irrational numbers are together called എന്തോന്ന്? റിയൽ നമ്പർ. റിയൽ നമ്പറിനെ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ആർ. അപ്പോൾ റിയൽ നമ്പർ ക്ലിയർ ആയില്ലേ? വാട്ട് ഈസ് റിയൽ നമ്പർ? ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ആർ കോൾഡ് എന്തോന്ന്? റിയൽ നമ്പർ. അപ്പോൾ ഇറാഷണലും റാഷണലും അതിൻ്റെ കണ്ടീഷൻ എല്ലാം ഞാൻ പറഞ്ഞു. അതിൻ്റെ വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ കുറേ കേസുകളും എല്ലാം പഠിക്കും. വളരെ ഉറപ്പായിട്ട് തന്നെ പഠിക്കും. ഇവിടെ നിങ്ങളിപ്പോൾ പെൻഡിങ് ആയിട്ട് 2 ടോപ്പിക്ക്. ഒന്ന് പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ, പ്രൈം ഓർ നോട്ട്. പിന്നെ റെക്കറിങ്, നോൺ റെക്കറിങ് and its representation. പിന്നെ ഉള്ളത് ഐഡന്റിഫിക്കേഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ. ഐഡന്റിഫിക്കേഷൻ ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ. ഇതെല്ലാം എന്ത് ചെയ്യും? സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യും? പഠിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത് റിപ്പീറ്റിംഗ്, നോൺ റിപ്പീറ്റിങ്ങും നോൺ ടെർമിനേറ്റിങ്ങും ആ ഒരു കണ്ടീഷനാണ് ഇറാഷണൽ വരുന്നതെന്ന് ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എഡ്യൂമേഡ് അക്കാഡമിയും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഹാൻഡ് റിട്ടൺ നോട്ടുകളും മോഡൽ ക്വസ്റ്റ്യൻസും വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? ടെലഗ്രാം ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ലിങ്ക് കൊടുത്തിരിക്കുന്നതായിരിക്കും. സോ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ടാറ്റ, ബൈ ബൈ.